എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉടൻ വരുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വരുമോ എന്ന്. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരം ഉണ്ടാകുമോ? അതായത് +2 പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വന്ന് ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുമോ എന്നുള്ളത് ഇന്നലെ അടക്കം എനിക്ക് കമൻറ്റ് വന്നൊരു ചോദ്യമാണ്. അപ്പോൾ നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റുകൾ ചില യൂണിവേഴ്സിറ്റികൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഡേറ്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനിപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നാണ് പല വിദ്യാർത്ഥികളും നിരന്തരമായി നമ്മളോട് കമൻറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വിദ്യാർത്ഥികളാണെങ്കിൽ +2 ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിഗ്രിക്ക് അപേക്ഷിക്കാൻ പറ്റൂ. കാരണം ഒരു വിഷയത്തിന് 1ഉം 2ഉം മാർക്ക് പോയെന്ന് ഒറ്റ കാരണത്താൽ ഡിഗ്രിക്ക് അപേക്ഷിക്കാൻ പറ്റാതെ ഇപ്പോഴും അപേക്ഷകൾ കൺമുമ്പിക്കൂടെ നടക്കുന്നുണ്ട്. 4 യൂണിവേഴ്സിറ്റീസും അപേക്ഷ വിളിച്ചപ്പോൾ അപേക്ഷിക്കാൻ പറ്റാതെ പോയൊരു സാഹചര്യമുണ്ടായി. ഒരു വിഷയത്തിന് 1 മാർക്കോ 2 മാർക്കോ പോയിട്ടുള്ളൂ. പക്ഷെ എന്താണ് അവിടെ പ്രശ്നം സംഭവിച്ചത്? +2 ഫെയിലാണ്. ഒരു വിഷയത്തിന് 1 മാർക്കേ പോയുള്ളൂ, പക്ഷേ +2 ഫെയിലാണ്. +2 ഫെയിലായ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഗ്രിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഡിഗ്രിക്ക് അപേക്ഷിക്കണേ എന്ത് വേണം? ജസ്റ്റ് +2 എന്ത് ചെയ്യണം? പാസ്സെങ്കിലും നിങ്ങളായിരിക്കണം. വലിയ പേഴ്സൻറ്റേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് +2 ഒന്ന് പാസ്സായാലെങ്കിലും മാത്രമേ ഡിഗ്രിക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുകയാണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെങ്കിലും അവസരം ലഭിക്കുമോ എന്ന്. ഈ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യമാണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെങ്കിലും അപേക്ഷിക്കാൻ അവസരം ലഭിക്കുമോ എന്ന്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിച്ചാൽ പോലും എപ്പോഴാണ് ക്ലാസ്സിൽ പ്രവേശിക്കാൻ സാധിക്കുക? എന്നാണോ ക്ലാസ് തുടങ്ങുന്നത് അന്നേക്ക് 6ആം മാസമാകുമ്പോൾ സെമസ്റ്ററിൻ്റെ പരീക്ഷ വരും. 4 വർഷമാകുമ്പോൾ 8 സെമസ്റ്ററായി ക്രമീകരിക്കും. അതിൽ 1ാം സെമസ്റ്ററിൻ്റെ പരീക്ഷ എന്ത് ചെയ്യും? 6 മാസത്തിലൊരിക്കലാണ് പരീക്ഷ നടക്കുക. 6ആം മാസമാകുമ്പോൾ 1ാം സെമസ്റ്റർ വരും. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി 3rd അലോട്ട്മെൻറ്റ് ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ജൂലൈ 1 മുതൽ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റാണ്, ഇതിന് ശേഷം എപ്പോഴാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക? ഈ ജൂലൈ 1-ന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഏറ്റവും കുറഞ്ഞ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, 5 ദിവസമെങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കാണും. 5 ദിവസമെങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കാണും. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച് വരുമ്പോഴത്തേക്കും എപ്പോഴാണ് ക്ലാസ്സിൽ പ്രവേശിക്കാൻ സാധിക്കുക? എന്നാൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും പല ബുദ്ധിമുട്ടുകളും ഇപ്പോഴും ഉണ്ട്. അലോട്ട്മെൻറ്റ് നൽകിയിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഒരു കോളേജിൽ പോലും സീറ്റ് ലഭിക്കാത്ത പ്രശ്നം. ലഭിച്ചവർക്കോ ഇഷ്ടമുള്ളതൊട്ട് ലഭിച്ചിട്ടുമില്ല. മൊത്തം പ്രശ്നങ്ങളാണ്. ചിലർക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയ പ്രശ്നം, ചിലർക്ക് കൊടുത്തിട്ടും അപേക്ഷ എന്ത് ചെയ്തിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടും എന്ത് ചെയ്തില്ല, കിട്ടാത്ത ഒരു പ്രശ്നം. ചിലർക്ക് എന്ത് ചെയ്തില്ല, ചിലർക്ക് കിട്ടാതെ പോകുന്ന പ്രശ്നം. ചിലർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനിരിക്കുന്നു. 3 രീതിയിലുള്ള വിദ്യാർത്ഥികളെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. +1ൻ്റെ കാര്യമെടുത്താലും ഡിഗ്രിയുടെ കാര്യമെടുത്താലും PG, B.Ed, DLD ഏത് കോഴ്സിൻ്റെ കാര്യം എടുത്താലും ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ അവസ്ഥ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഇതുവരെ ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് വന്നിട്ടില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ
ജൂലൈ 1 മുതൽ 5 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. പക്ഷേ അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒന്നുമല്ല. ജൂലൈ 1 മുതൽ 5 വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും സപ്ലിമെൻ്ററി ഡേറ്റ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ 15 മുതൽ ജൂലൈ 18 വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ്. ജൂലൈ 15 മുതൽ ജൂലൈ 18 വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ്. MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എപ്പോഴാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കാര്യമെടുക്കുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ വന്നു. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ആശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എന്തു ചെയ്യും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുമെന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് MG യൂണിവേഴ്സിറ്റി, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വിളിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് വിളിക്കാൻ പോകുന്നത്. SC ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് MG യൂണിവേഴ്സിറ്റി, അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വിളിക്കുന്നത്. ആ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 3 ഉണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1 ആദ്യം പ്രസിദ്ധീകരിക്കും, അതിൻ്റെ അഡ്മിഷൻ. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 അത് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കും, അതിൻ്റെ അഡ്മിഷൻ. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 3 അത് പ്രസിദ്ധീകരിക്കും, അതിൻ്റെ അഡ്മിഷൻ. ഇത് 3 കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സപ്ലിമെൻ്ററി വിളിക്കുന്നത്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റ് കഴിയണം. സ്പെഷ്യൽ അത് 2 കഴിഞ്ഞു, ഓൾറെഡി 1 ഉള്ളൂ. ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ 3 ഘട്ടം കഴിയണം. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയാണ്. കാരണം പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, കാരണം ആ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 3 കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കൂ. അപ്പോൾ അത്രയും കൂടി ടൈമുണ്ടല്ലോ, പരീക്ഷ റിസൾട്ട് വരാൻ അത്രയും കൂടി ടൈമുണ്ടല്ലോ എന്നൊരാശ്വാസത്തിലായിരിക്കും പല വിദ്യാർത്ഥികളും ഇരിക്കുന്നത്. അത് ചില വിദ്യാർത്ഥികൾക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ചില വിദ്യാർത്ഥികൾക്ക് നോക്കുവാണെങ്കിൽ അതൊരു 8ൻ്റെ പണിയാണെന്നും കൂടെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിയുന്നവരെ എന്ത് ചെയ്യണം, താടിക്ക് കയ്യും കൊടുത്ത് കാത്തിരിക്കാൻ രക്ഷയുള്ളൂ. എന്നാലേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ SC ST കാറ്റഗറിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അത് SC STക്കാർക്ക് മാത്രം നടത്തുന്നൊരു അലോട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ ചില വിദ്യാർത്ഥികൾ താടിക്ക് കയ്യും കൊടുത്ത് കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത, പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയാണ്. കാരണം അവർക്കും കൂടെ ചിലപ്പോൾ അപേക്ഷിക്കാൻ അവസരം കിട്ടുമോ എന്നുള്ളത്. ഏതായാലും നിലവിൽ ഇത്രയൊക്കെയാണ് ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടെക്, ദ കരിയർ ഗൈഡ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.